ഇന്നത്തെ ലോകത്ത് ട്രെൻഡിങ്ങായ ഇൻസ്റ്റാ റീലുകളുടെയും വൈറൽ വീഡിയോകളുടെയും പശ്ചാത്തലത്തിൽ എത്തിയിരിക്കുന്ന ഈ ചെറുനാടകം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സത്യകീർത്തി. പണ്ടത്തെ കാലത്ത് ആധുനിക സോഷ്യൽ മീഡിയ ഷെയറുകളില്ലാതിരുന്ന അന്നത്തെ കാലത്തും നാട്ടുകാർ എന്ത് പറയുമെന്നും മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നും അറിയാനുള്ള ഒരു ത്വര മനുഷ്യനില്ലായിരുന്നു. അത്തരമൊരു കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കുന്നത്. ഇത് നടക്കുന്നത് പുരാതന കേരളത്തിലെ പേരൂർ യാത്ര ഏകോ കടലോര ഗ്രാമത്തിലാണ്. അവിടെ മീൻപിടിച്ച് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും അവരുടെ കുടുംബ മൂല്യങ്ങളും ചേർന്നതാണ് ഷോ. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അതെ, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും വെറും സാമ്പത്തികം മാത്രം. അയ്യാ, ഇത്രയും മഴയത്താ? ഞാൻ നീ പോയതാവുന്നു. പിന്നെ ഞാൻ കാണാത്ത മീനെ പോലെ ഇത്രയും നാളെ ഞാൻ തന്നെ അല്ലേ മീൻ വെച്ചോണ്ടിരുന്നത്. ഇച്ചിരിയൊക്കെ വെള്ളം കെട്ടിയിട്ട് നമുക്ക് അതിനെ ഞങ്ങൾ കുറിച്ച് വിട്ടാം. എന്തിനു ശരിയാക്കി വെച്ച് ഇപ്പൊ ചെയ്യാം. നമ്മൾ ഞാൻ പിടിച്ചെടുത്ത് ചെയ്താലോ? വലിയ വലിയ മീനല്ലേ? നമ്മൾ മാത്രം ഈ മീൻകറി ഇങ്ങനെ കഴിച്ചാൽ മതിയോ? അന്ന് അപ്പുറത്ത് കോമാനന്ദനെ സുമാരി ചേച്ചിനെ ഒന്ന് വിളിച്ചു ഇച്ചിരി മീൻകറി കൊടുക്കാലോ, ഇച്ചിരി മീൻകറി ചോറുകൊണ്ട് ചേർത്ത് കൊടുക്കാമെന്ന്. നിങ്ങളോട് മാത്രം ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ബാക്കിയുള്ളവരും കൂടെ അറിയട്ടെ നമ്മുടെ മീൻകറിന്റെ ഒരു വിഷയം. വിളിച്ചാലോ? വിളിച്ചു കൊടുക്കാം. അതിന്റെ കാര്യം എന്താണ് അവിടെ ഒരു ഒച്ചയും വേണോ? താങ്കൾ പോയി നോക്കിക്കേ. ഇപ്പൊ നോക്കാം സാറേ. സാറിവിടെ മലപോലെ നിൽക്കുന്നത് കണ്ടില്ലേ? അയ്യോ ഏമാനെ, പോയി, എല്ലാം പോയി. അതെ, ആ കാഴ്ച നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് പറയാം. അയ്യോ ഏമാനെ, കെട്ടിയവനായി സാറേ. ഇവിടെ കെട്ടിയവനെ കാണായിരുന്നു. ഇനി വല്ല കണക്കുള്ളക്കാരും ഇവനെ ഞാൻ പെണ്ണുങ്ങളോട് വേണ്ടാതിന് കാണിക്കണോ? അത് നിങ്ങൾ അറിയാൻ പോലീസ് ഈ സ്റ്റേഷനിൽ ഇരിക്കുമ്പോ അയ്യോ നിങ്ങൾ ഞങ്ങൾ വേറെ എവിടെ പോകാനാ സാറേ? ഞങ്ങൾക്ക് വരാൻ ഈ കുറുക്കമ്പൂരം പോലീസ് സ്റ്റേഷനും മറിയാമ സാറല്ലേ ഉള്ളൂ. ഇതിന്റെ കഥാപ്രസംഗം നടത്താതെ കാര്യം പറയുന്നു. എന്റെ പൊന്നമ്മമാരെ, ഞങ്ങളുടെ മീൻ ചട്ടിയാണ് കാണാതെ പോയത്. അത്ര നേരം എന്നെ പറഞ്ഞെങ്കിലും കണ്ടുപിടിച്ച് തന്നൂടെ?
മീൻചട്ടിയാ സാറേ, ഇവിടെ മീൻചട്ടി കാണാനില്ലെന്ന് താൻ കണ്ടുപിടിച്ചു തരാം കേട്ടാ. മീൻചട്ടി പോയി 100 കൂട്ടം കേസുകൾ ഇവിടെ തെളിയാതെ കിടക്കുന്നത്. അന്നേരമാണ് ഒരു മീൻചട്ടി കേസ്. ഹോ, ഒരു ചായ കൊണ്ടുപോടോ. അയ്യോ ഏമാനെ അങ്ങനെ പറയല്ലേ. ഇത് ഞങ്ങളുടെ അപ്പനപ്പമാരായിട്ട് നമ്മുടെ പഴയ ഞങ്ങളുടെ മീൻചട്ടിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം. കാലം പിടിക്കാൻ നിങ്ങൾ ഇവിടെ കിടന്ന് പോകാണ്ട് അങ്ങോട്ട് മാറിയേക്ക് പെണ്ണുകളെ. ശല്യമായല്ലോ ഇത്. കുട്ടപ്പിള്ളേ പോയി കേസ് എടുക്കണോ? മക്കളെ, നിങ്ങൾ നല്ലതെന്ന് കരുതി എല്ലാവരെയും വിളിച്ച് ആഹാരം കൊടുത്തു. അതിപ്പോ ഇങ്ങനെയായി. ഇനി കഴിഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എത്ര സൂക്ഷിച്ചു വെച്ചിരുന്നതാ ആ പാത്രം. അതിപ്പോ ദേ പൊട്ടിത്തകർന്ന് കിടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ മാത്രം വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ആ, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടണ്ട. ഇനിയുള്ള കാലമെങ്കിലും സൂക്ഷിക്കുക. അമ്മച്ചി, അമ്മച്ചി, കത്തമ്മ, നീ കേട്ടോ? എന്റെ അമ്മച്ചിയുടെ ശബ്ദം പോലെ. അയ്യോ സത്യം, അമ്മച്ചിയുടെ ശബ്ദം പോലും ഉണ്ടായിരുന്നു. അമ്മച്ചി പറഞ്ഞതുപോലെ നമ്മ അത് കാണിക്കാൻ പാടില്ലായിരുന്നു. ആരാണോ എടുത്തോണ്ട് പോയത്? ആ, വന്നത് വന്നു. നമ്മ മീൻ പിടിക്കാൻ പോണേ. എടോ, എങ്ങോട്ടാണ് ഈ മഴയത്ത്? മീൻ പിടിക്കാനല്ലാതെ ഉമ്മ വേറെ എവിടെ പോവാനാണ് സാറേ? എന്റെ കേസ്. കേസോ? ഏത് കേസ്? സാറേ, അയാൾ ഓർമ്മയില്ലേ മീൻചട്ടി കേസ്? ഓ, അതെന്തായി? അതൊക്കെ നോക്കാം സാറേ. മോനെ, ഇതൊരു പാഠമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് കൂടിയുള്ള പാഠം. നമ്മൾ അറിയണം മറ്റുള്ളവരുടെ മുന്നിൽ എന്തൊക്കെ കാട്ടണം കാട്ടണ്ടായിരുന്നു. കരയാതെ മോനെ, നീ ഇനി നിന്റെ പണിക്ക് പോകാൻ നോക്കാം.